ഹായ് ഹലോ നമസ്കാരം. അക്വസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി ബിരിയാണിക്കുള്ള വലിയ പീസായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഒക്കെ ചേർത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ജീരകം, ഒരു 1.5 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ ജീരകം, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഒരു 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ മസാല, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര്, കുറച്ച് തൈര്. നമുക്കിത് ആവശ്യത്തിന് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള തൈര് എടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിൽ നന്നായിട്ട് ആ ചിക്കൻ പീസസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ പീസസും നന്നായിട്ട് മസാല ഒക്കെ മാരിനേറ്റ് ചെയ്തൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് അത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പം നമ്മൾ ഇനിയിപ്പം ബിരിയാണി ആക്കാൻ വേണ്ടി അതിൻ്റെ മസാല ആക്കാൻ പോവാണ്. ചിക്കൻ പീസ് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അത് കൂടുതൽ സോഫ്റ്റും ജ്യൂസി ആയിരിക്കും. നല്ല മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ആവശ്യത്തിനുള്ള വലിയ ഉള്ളിയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്നലെ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മസാലയിലേക്കും വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് അത് മാത്രം ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയുടെ കൂടെ അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മളിന് 3 തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത്.
അങ്ങനെ 3 തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് കുക്കായി വരട്ടെ. തക്കാളി നല്ലോണം ഉടഞ്ഞു വരണം. ആ ഒരു പരുവത്തിലാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയല്ല, നോർമൽ നമ്മൾ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഡയറക്റ്റ് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. പൊരിച്ചിട്ടുള്ള ദം ബിരിയാണിയല്ല. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത പീസസ് ഒക്കെ ഇതിലിട്ട് നമ്മൾ ഉള്ളി മസാലയായിട്ട് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കുക്കായി വരട്ടെ. ഞാൻ പാത്രം ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് സ്ഥലം പരിമിതി ഉള്ളതുകൊണ്ട് ഇനിയിപ്പം നന്നായിട്ട് ഉള്ളിയും മസാലയും ചിക്കനും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഈ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇന്നലെ നമ്മൾ ചിക്കനിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ബാക്കിയുള്ള പൊടികൾ കൂടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. ചിക്കൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ആ ചിക്കൻ കുക്കാവുന്ന സമയത്ത് നമുക്കിതിൽ ചോറ് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പാത്രം വെച്ചിട്ട്. ഇനി അതിൽ നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. ചിക്കൻ ഇവിടെ ഇരുന്ന് തിളക്കുന്നുണ്ട്. അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ചോറ് കൂടി റെഡിയാക്കി എടുക്കാം. അതിൽ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ച് സവാള ചേർക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ചിക്കൻ മസാലയിൽ കുറച്ച് എരിവ് കുറവുണ്ട്. അപ്പോൾ അത് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 3/4 ടീസ്പൂണോളം ബിരിയാണി മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായ്, പട്ട, ഗ്രാമ്പു ഇത് 3 ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കൈമ അരി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് ആ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഈ റെഡി ആവുന്ന ടൈമിൽ ഞാൻ ഒരു ഗ്യാസിൽ ഒരു അടുപ്പിൽ ചൂടുവെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മളിന് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എത്ര കപ്പ് അരിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി, അതേ കപ്പിൽ അളന്നിട്ട് അതിൻ്റെ ഇരട്ടി ആണ് വെള്ളം ഒഴിക്കേണ്ടത്. അരി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് നെയ്യിൽ. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പുളിനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം.
പിന്നെ കുറച്ച് പുതിനയുടെ ഇല കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തീ ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം അരി കുക്ക് ചെയ്തെടുക്കാൻ. ഈ സമയത്ത് നമ്മളെ ചിക്കൻ്റെ മസാലയിലേക്ക് നമുക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അരി ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അരി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ മസാലയും റെഡി ആയിട്ടുണ്ട്. അരി ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെയാണ് ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് റൈസ് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ലെയർ റൈസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതിൻ്റെ മേലെ റൈസ് ഇട്ട് അങ്ങനെ 2 ലെയറായിട്ട് മസാല ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ഗരം മസാല ഇട്ടു, ഫ്രൈ ചെയ്ത ഓനിയൻസ് ഇട്ടു. ഇനി കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ടു ഗാർണിഷ് ചെയ്യാം. ഇനി അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് കൂടി തൂവി കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് അടച്ച് വെച്ച് നമുക്ക് തീ സിമ്മിലാക്കിയിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം കുറച്ച് സമയം. നമ്മൾ മേലെ കനലൊന്നും ഇട്ട് ചെയ്യുന്നില്ല. നമ്മൾ അടിയിൽ കുറച്ച് സമയം സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ചെയ്താൽ തന്നെ അതൊന്ന് സെറ്റായി കിട്ടും. അപ്പം ചെറിയ തീയിൽ അവിടെ കിടന്ന് കത്തുന്നുണ്ട്. ഒരു 2 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദമ്മ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല മസാലയൊക്കെ റെഡിയായി, നല്ല ഇലയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.